കോട്ടയം ജില്ലയിൽ നിന്നും മഴ തുടരുകയാണ്. പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് കുറവില്ല. ജില്ലയിൽ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8321 പേരാണ് കഴിയുന്നത്. വിവരങ്ങളുമായി ജോയ്മോൻ ചേരുന്നുണ്ട്. ജോയ്മോൻ, ഇന്നിപ്പോൾ അപ്പർ കുട്ടനാടൻ മേഖല, കോട്ടയത്തിൻ്റെ അപ്പർ കുട്ടനാടൻ മേഖലയിലൊക്കെ വലിയ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഉള്ളത്. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ഇപ്പോഴും ഒട്ടും കുറഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് വീണ്ടും അവിടെ മഴ പെയ്യുകയാണോ? ഹർഷൻ, ഇന്നലെ രാത്രി ശക്തമായ മഴ ഈ കോട്ടയത്തിൻ്റെ നമ്മൾ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ മേഖലകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴയുള്ളത് കൊണ്ട് തന്നെയായാലും ഈ വെള്ളം, അതായത് ചെറിയ ഒരു ആശ്വാസം വെള്ളക്കെട്ടിനുണ്ടെങ്കിൽ തന്നെയായാലും ഈ പടിഞ്ഞാറൻ അല്ലെങ്കിൽ കിഴക്കൻ മേഖലയിൽ നിന്ന് കൂടുതൽ വെള്ളം എത്തുന്നതോടുകൂടി ഈ വെള്ളത്തിൻ്റെ അളവ് ഉയരുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒഴുക്ക് അങ്ങോട്ട് നിലയ്ക്കുന്നില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നതായാലും ഈ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ പ്രധാനപ്പെട്ട ഏറെ എല്ലാ വെള്ളപ്പൊക്കക്കാലത്തും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു പ്രദേശമാണ് ഇല്ലിക്കൽ പ്രദേശം. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു വാഹനം, ഈ കടന്നു വരുന്ന വാഹനത്തിൻ്റെ വീലിൻ്റെ പകുതി വരെ അല്ലെങ്കിൽ വീലിൻ്റെ പകുതിയോളം വെള്ളമുണ്ട്. അങ്ങോട്ടേക്കായാലും പോയി കഴിഞ്ഞാൽ ഇല്ലിക്കൽ കവല വരെയുള്ള ഒരു സർവീസുകൾ അല്ലെങ്കിൽ അവിടെ വരെ മാത്രമേ ഗതാഗത യോഗ്യമുള്ളൂ. നമുക്ക് അതിനപ്പുറത്തേക്ക് ഒട്ടും പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. അതായത് വലിയൊരു വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളാണ് ആ ഭാഗത്തേക്ക്. അതായത് ഈ കുമരകം, അതുപോലെ തന്നെ അയ്മനം, കുമ്മനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഈ പടിഞ്ഞാറൻ മേഖലയിലൊക്കെ വലിയ വെള്ളക്കെട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആയാലും ഈ തിരുവഞ്ചൂർ, ഇറഞ്ഞാൽ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കാരണം പാലായിൽ നിന്നടക്കം ഈ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക്, അതായത് വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ പടിഞ്ഞാറൻ മേഖലകളിൽ കൂടുതൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമായത്. അതോടൊപ്പം തന്നെയാലും നിരവധി പേർ, അതായത് ഈ കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെയായാലും ഏകദേശം 154 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പുകളിലായിട്ട് ഏകദേശം 8000-ഓളം പേർ ഈ ക്യാമ്പുകൾ നിലവിൽ കഴിയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ, അതായത് ഈ കിഴക്കൻ മേഖലയിലെ മഴയും അതുപോലെ തന്നെ വെള്ളവുമൊക്കെ ഈ പടിഞ്ഞാറൻ മേഖലയിൽ വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പേരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഇപ്പോൾ ജില്ലയിൽ പുരോഗമിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ കുമരം ഭാഗത്തേക്ക് പോകുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ അതുപോലെ തന്നെ ഡിഫൻസ് വിങ്ങിൻ്റെ സംഘമാണ്. അതായത് ആ ഭാഗത്തേക്ക് ഒരുപാട് പേർ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടുതൽ പേര്, അതായത് ഒരുപാട് പേരെ ഇപ്പോൾ നിലവിൽ പല ക്യാമ്പുകളിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ബാക്കി ആളുകളെ കൂടി മാറ്റാനുള്ള സംഘമാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കിവിടെ പ്രദേശവാസിയായ ചേട്ടൻ കേട്ടോ, അങ്ങോട്ടേക്ക് വെള്ളമാണോ? ഭയങ്കര വെള്ളം, ഒരു രക്ഷയില്ല. പോവാൻ ഇവിടെ വരുന്നത് തിരുവാർപ്പ്. ഇപ്പോൾ വണ്ടിയായിട്ട് അവിടെ നിന്ന് വന്നോ? തള്ളിക്കൊണ്ട് വരുമോ? അവിടെ ഇവിടം വരെ തള്ളുമായിരുന്നു. വെള്ളം ഭയങ്കര. അപ്പോൾ കുറവില്ല, അതായത് 2 ദിവസം രണ്ട് ശകലം കുറവുണ്ട്. എന്നാലും പറയത്തക്ക ഇതില്ല. ചിലപ്പോൾ ക്യാമ്പിലാണോ അതോ? ക്യാമ്പിലല്ല, വീട്ടിൽ തന്നെ. അപ്പോൾ അവിടെ ബാക്കി ആ പ്രദേശങ്ങളിൽ ആൾക്കാരെല്ലാം ക്യാമ്പിലേക്കല്ലേ? അപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകാൻ വലിയ പാടാണ്, ഒരു രക്ഷയില്ല. വണ്ടി ബൈക്കും പോകില്ല, സൈക്കിളും പോകില്ല, ഒന്നും പോകില്ല. ഇപ്പോൾ കള്ള് കൊടുക്കാണ്ടാന്ന് ഞാൻ വന്നാൽ അല്ല വരുമല്ലേ. ചെത്ത് കഴിഞ്ഞ് ഷാപ്പിൽ കൊണ്ട് കൊടുക്കണം. അതേന്ന് ഒരു രക്ഷ. ഇപ്പം 3 ദിവസം കൂടി ഇന്ന് വന്നേ. അപ്പോൾ ഈ ചേട്ടനായാലും ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നതിൻ്റെ ഭാഗമാണ്. എന്തായാലും ഇത് തിരുവാർപ്പ് ഭാഗത്താണ് ചേട്ടൻ്റെ സ്ഥലം. അവിടുന്ന് ഇവിടം വരെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കൊരു 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്തായാലും അവിടേക്ക് അത്രയും ദൂരം സൈക്കിൾ ചവിട്ടി വരികയാണ്. വണ്ടി, അതായത് മോട്ടോർ സൈക്കിൾ ഉന്തിയാണ് ചേട്ടൻ വന്നിരുന്നത്. അപ്പോൾ പാല് വാങ്ങാനായിട്ടായാലും പോകുന്ന ചേട്ടനായാലും പാല് കൊടുക്കാൻ പോകുന്നവരായാലും ഈ വെള്ളത്തിൽ കൂടെ സൈക്കിളിൽ ഉന്തി പോകേണ്ട സ്ഥിതിയാണ്. എന്തായാലും വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ട് തന്നെ ക്ഷമിക്കണം, വെള്ളക്കെട്ട് ഭയങ്കര രൂക്ഷമായിട്ട് തന്നെ കോട്ടയം ജില്ലയിൽ തുടരുകയാണ്. അതായത് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായെന്ന് പറഞ്ഞാൽ തന്നെ ആയാലും ഈ വെള്ളം വരുന്നത്, അതായത് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള താമസവും അതോടൊപ്പം തന്നെ ആയാലും പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്നത്, അതായത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വെള്ളം ഈ മറ്റ് കായലിലേക്കോ അല്ലെങ്കിൽ തോടുകളിലേക്കോ ചെന്ന് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ചെന്ന് ഒഴുകി പോകാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഒരു ദൈർഘ്യം അല്ലെങ്കിൽ അത് കൂടിയതോടുകൂടി വെള്ളക്കെട്ട് പൂർണ്ണമായും രൂക്ഷമായ ഒരു സാഹചര്യമാണ് കോട്ടയത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും. ഇപ്പോൾ തന്നെ നമുക്ക് ഈ വാഹനം തന്നെ, അല്ലെങ്കിൽ ഈ ബസ് തന്നെ ആയാലും സർവീസ് നടത്തുന്നുണ്ട്. അതായത് അവിടെ നിന്ന്, അതായത് ഈ തിരുവാർപ്പ് അതോടൊപ്പം തന്നെ ഇല്ലിക്കൽ ആ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് കോട്ടയത്തേക്ക് എത്താൻ മറ്റ് മാർഗ്ഗങ്ങളില്ല. അതായത് പോകുന്ന വഴികളിലൊക്കെ തന്നെ വെള്ളമാണ്. അപ്പോൾ തന്നെ സർവീസ് നടത്തുന്ന ബസ്സിനെല്ലാം ബസ്സിന്റെ അകത്തേക്ക് വരെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ വെള്ളമുള്ളത്. ജോയ്മോനാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.